എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച ദിവസത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ്. അമ്പലത്തിലൊക്കെ ഒന്ന് പോയി അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി. അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ കുറേ ആയാലും നമ്മൾ ഇതുപോലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടില്ലേ? എനിക്ക് തോന്നുന്നു പരീക്ഷ തുടങ്ങിയതിന് ശേഷം കുറച്ച് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തെന്നല്ലാണ്ട് ഇങ്ങനെ ലോങ് വീഡിയോ നമ്മൾ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടന്നാലോ? ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. കുറേ ദിവസമായി അമ്പലത്തിൽ പോകണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ പറയൽ മാത്രമേ നടക്കലുള്ളൂ, അമ്പലത്തിലേക്ക് അങ്ങോട്ട് എത്താനുള്ള ഒരു സമയമായിട്ടില്ലേനി. അപ്പോൾ ഇന്നലെ ഞാൻ എല്ലാവരോടും പറഞ്ഞ് നാളെ രാവിലെ തന്നെ നമുക്ക് പുലച്ചൊക്കെ ഇറങ്ങണം, അമ്പലത്തിലേക്ക് പോകണം. ഇവിടെ ബാവുപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അമ്പലമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടാൻ ഇങ്ങനെ പറയാമെന്നല്ലാണ്ട് അങ്ങോട്ട് എത്തിപ്പെടാൻ അങ്ങനെ കഴിയലില്ല. പറയുമ്പോൾ വലിയ ദൂരമുള്ള, ഞങ്ങളവിടുന്ന് വലിയ ദൂരമുള്ള അമ്പലമോ കാര്യങ്ങളോ ഒന്നുമല്ല, പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ആ ഒരു ഇത് നമ്മൾ പറയില്ല, ഓരോ നിമിത്തങ്ങൾ ഉണ്ടാവും എന്നൊക്കെ. അപ്പോൾ അതുപോലെയാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും അവിടേക്ക്. പിന്നെ ആകെ ഒരു പ്രാവശ്യമാണ് ഞാനിവിടെ പോയതിട്ട്. അപ്പോൾ പിന്നെയും പോകണം എന്നുള്ളത് ഇങ്ങനെ വിചാരിക്കും, പക്ഷേ വിചാരിക്കൽ മാത്രമേ ഉള്ളൂ, നടക്കലില്ല. അപ്പോൾ ഞാൻ ഇന്നലെ എന്തായാലും ഉറപ്പിച്ച് തീരുമാനിച്ചതാണ് ഇന്ന് എന്തായാലും പോകാമെന്നുള്ളത്. അപ്പോൾ മക്കളെയൊക്കെ പറഞ്ഞ് സെറ്റാക്കി ഞങ്ങൾ രാവിലെ തന്നെ പുലച്ചൊക്കെ ഇറങ്ങിയതാണ്. ആ ഒരു രാവിലത്തെ ആ ഒരു യാത്ര എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സുഖം, ആ ഒരു വൈബ് എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണല്ലേ. പ്രത്യേകിച്ച് അമ്പലത്തിലേക്കൊക്കെ പോകാമെന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ഫ്രഷായി ആ ഒരു തണുപ്പിലും ആ ഒരു രാവിലത്തെ ആ ഒരു തണുപ്പും പിന്നെ ആ ഒരു സൂര്യേട്ടൻ്റെ നമ്മളെ വരവും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് പൂർത്തിയായി സംഗതി. അടിപൊളി വൈബ് കഴിഞ്ഞിട്ട്. അമ്പലമാണെങ്കിൽ ഒന്നും പറയാനില്ല, സൂപ്പർ അമ്പലം. പാറേൻ്റെ മുകളിലുള്ള കുറേ സ്റ്റെപ്പൊക്കെ കയറി പാറേൻ്റെ മുകളിലുള്ളൊരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഐതിഹ്യങ്ങൾ, ഇവിടെ പ്രതിഷ്ഠ ശിവനാണ് കേട്ടോ. പിന്നെ ഓരോ അമ്പലങ്ങൾക്കാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു ഐതിഹ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശിവനാണ് ഇവിടെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കാര്യസാധ്യത്തിന് ഇപ്പോൾ ജോലി, അതുപോലെ തന്നെ പരീക്ഷകൾ, PSC അങ്ങനത്തെ പരീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം അതിനൊക്കെ മുമ്പേ വന്ന് ഇവിടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ളൊരു വിശ്വാസം കൂടി ഇട്ടിട്ട്. അതൊക്കെ ഓരോരുത്തരും ഓരോ വിശ്വാസങ്ങളാണ്. ഇപ്പോൾ ഒന്നും പഠിക്കാണ്ട് പരീക്ഷയ്ക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പരീക്ഷ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. അപ്പം നമ്മളൊരു വിശ്വാസം, ആ ഒരു വിശ്വാസത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ റിസൾട്ട് കിട്ടിയ കുറേ ആൾക്കാർ അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഐതിഹ്യം, ഒരു വിശ്വാസമൊക്കെയാണ്. ഓരോ അമ്പലങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സംഗതി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു രാവിലത്തെ ആ ഒരു സമയത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് ഉറപ്പായിട്ടും റിലാക്സ്ഡ് ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്രക്കും വൈബായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് അധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞ പോലെ ചുറ്റും നല്ല കാടൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു വൈബ് തന്നെയാണ് കേട്ടോ. രാവിലത്തെ ആ ഒരു സമയത്ത്. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ വൈബ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വൈകുന്നേരം വന്ന് നോക്കിയിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയില്ല. എന്തായാലും രാവിലെ നല്ല അടിപൊളി വൈബാണ്. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ച് അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് മനസ്സിരുത്തി അല്ലെങ്കിൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. അങ്ങനെ വല്ലാണ്ട് തിരക്കൊക്കെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് അതിനേക്കാളും ഇഷ്ടമാണ് ഇതുപോലെ ശാന്തമായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് നമുക്കൊന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതിയിൽ, നടേൻ്റെ മുമ്പിൽ നിന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു അമ്പലം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനേ തോന്നിയില്ലേനി കേട്ടോ. പിന്നെ മക്കൾക്കൊക്കെ വിശപ്പിൻ്റെ വിളി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ രക്ഷയില്ലാണ്ട് അങ്ങനെ ഞങ്ങൾ വേഗം അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടേക്ക് ഒന്ന് തൊഴുത് നല്ല മനസ്സെന്താ പറയുക, ഒരു റീസ്റ്റാർട്ട് ബട്ടൺ, നമ്മൾ ഫോണൊക്കെ ഇടയ്ക്ക് റീബൂട്ട് റീസ്റ്റാർട്ട് ചെയ്യില്ല, അപ്പോൾ അതുപോലെ മനസ്സൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. അവിടെ പ്രാർത്ഥിച്ച് തൊഴുത് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങളിതാ പോരുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അത് അതിലും ഗംഭീരമായിട്ടുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഈ വയലും കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാണാൻ വരെ കിട്ടാത്ത സംഗതികളാണല്ലേ. ചില സ്ഥലത്തേക്കൊക്കെ ഉണ്ടാവും, പക്ഷേ ഞങ്ങളങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളോട്ടുള്ള സ്ഥലങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ വയലും കാര്യങ്ങളൊക്കെ കണ്ട് കിട്ടാൻ കുറച്ചൊരു പാടാം. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം തന്നെ. കൊക്കുകളെയൊക്കെ കണ്ടിട്ട് കാലങ്ങൾ കുറേ ആയെന്ന് പറയും, ഞാൻ തന്നെ കണ്ടിട്ട് കാലങ്ങൾ കുറേ ആയെന്ന് പറയാം. ഇനിയുള്ള തലമുറക്കൊക്കെ കൊക്ക് എന്താണെന്നൊക്കെ നമ്മൾ ചിത്രത്തിലും പിന്നെ ഫോണിലൊക്കെ കാണിച്ചെടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. കൊക്ക് എന്ന് പറഞ്ഞാൽ കൊറ്റയില്ലേ പാടത്തൊക്കെ കാണണേ, അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഓരോരോ സ്ഥലത്തേക്ക് ഇനിയിപ്പോൾ ഓരോരോ പേരുകളായിരിക്കും അല്ലേ. പിന്നെ നമ്മൾ പൊലച്ചൊക്കെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും റെഡിയാക്കി വെച്ചില്ലേന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇതാ ഹോട്ടലിൽ കയറി, വില്യാപ്പള്ളിയുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പൊറാട്ടയും, എന്തായാലും നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കൂടി വരുമ്പോൾ നമ്മൾ ചിക്കനൊന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും പൊറാട്ടയും കടലക്കറിയാണ് കേട്ടോ ഓർഡർ കൊടുത്തത്. അപ്പോൾ ശിഖമോക്ക് ചിക്കൻ തന്നെ വേണം. അപ്പോൾ അങ്ങനെ എന്തായാലും പിന്നെ എപ്പോഴെങ്കിലൊക്കെ അല്ലേ പുറത്തുനിന്ന് കഴിക്കുക. അപ്പോൾ ഞങ്ങൾ എന്തായാലും ചിക്കനും വാങ്ങി. ചിക്കൻ വാങ്ങിയതുകൊണ്ട് കുടിക്കുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഇത് കാണുമ്പോൾ തന്നെയൊക്കെ അറിയാം നല്ല ഇങ്ങനെ അണ്ടകടാ കത്തിപ്പോകുന്ന എരിവിലാണ് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. ഓള് തൊട്ട് നോക്കി, പിന്നെ ഓൾ അതിൻ്റെ അടുത്തേക്ക് പോയില്ല. പിന്നെ ബാക്കി ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ കഴിച്ചത്.
അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പ് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ്. പിന്നെ ഇതാണിട്ട് ഈ ഹോട്ടലിലെ ഹെവി ഡിമാൻഡഡ് ഐറ്റം എന്ന് പറയുന്നത്. ഇത്ര എരിവിൽ നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട്, കുരുമുളകിൻ്റെ എരിവാണ് കേട്ടോ. അപ്പോൾ ആ എരിവിൽ നല്ല ഹെവി ഡിമാൻഡഡ് ആയിട്ടുള്ള ഐറ്റമാണെന്നാണ് ഏട്ടൻ പറഞ്ഞത്. പെട്ടെന്ന് തീർന്നു പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് എന്തായാലും കഴിച്ച് രാവിലത്തെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വീട്ടിലെത്തി. പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്കാനുള്ളതൊക്കെ അങ്ങോട്ട് മെഷീനിലിട്ട്, അപ്പോൾ അത് അവിടെ നിന്ന് നേരം കൊണ്ട് അതൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിടുകയാണ്. അപ്പോൾ രാവിലത്തെ ആ ഒരു ക്ലീനിങ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ നമ്മളെ കിടക്കൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ചിട്ട് അടുക്കി പെറുക്കി വെക്കാനുള്ളതൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു രാവിലത്തെ ആ ഒരു അടിച്ച് വാരൽ, അപ്പോൾ അതങ്ങോട്ട് ചെയ്ത് തീർക്കുക. ഇനിയിപ്പം നമുക്ക് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ചട്ടിച്ചോറ് റെഡിയാക്കുക. ഒരു തട്ടിക്കൂട്ട് ചട്ടിച്ചോറ് കേട്ടോ. പെട്ടെന്ന് ചട്ടിച്ചോറ് കഴിക്കണം എന്നൊരു പൂതി വന്നിട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഉള്ള സംഗതികളൊക്കെ വെച്ചിട്ട്, അതിനായിട്ട് ഇപ്പോൾ കാര്യങ്ങളൊന്നും വാങ്ങണ്ട, ഉള്ള കയ്യിലുള്ള സംഗതികളൊക്കെ വെച്ചിട്ട് ഒരു ചട്ടിച്ചോറ് അങ്ങോട്ട് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നലത്തെ കുറച്ച് കൂന്തൽ ഫ്രൈ ആക്കിയതുണ്ടായിരുന്നു കേട്ടോ. കൂന്തൽ ഫ്രൈ ആക്കിയതുണ്ട്. പിന്നെ ഇന്നലെ ഏട്ടൻ കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നിന്, ചെറിയ ചെമ്മീൻ കൊണ്ടുവന്നിന്. അപ്പോൾ അതും കൂടിയൊക്കെ ആക്കിയിട്ട് ഒരു ചട്ടിച്ചോറ് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇനിയുള്ള പരിപാടി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ഛനെയും അമ്മേനെയൊക്കെ ഒന്ന് വിളിച്ച്, അതിൻ്റെ കൂട്ടത്തിൽ അനിയത്തിൻ്റെ അച്ഛനും അമ്മേനെ വിളിച്ചപ്പോൾ അവർക്ക് പരിഭവവും പരാതി പറച്ചിലൊക്കെ തന്നെ കേട്ടോ. കുറേ ആയാലും നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട്. അപ്പോൾ അതിൻ്റെ പരാതി പറച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും സ്കൂൾ പൂട്ടിയിട്ട് എന്തായാലും അവിടെ കുറച്ച് ദിവസം നിൽക്കണമല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് അത് കഴിഞ്ഞാൽ അനിയത്തിനെ വിളിച്ചപ്പോഴാണ് ട്വിസ്റ്റ് ഉണ്ടായത്. വേറൊന്നല്ല, ഓളിപ്പം കോളേജിൽ ലെക്ചറായിട്ട് ക്രിസ്ത്യൻ കോളേജിൽ, കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്ക് ഡെയിലി ഇപ്പം നമുക്ക് ഇടാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ, അപ്പോൾ ഓക്ക് അത് പോയിട്ട് എടുക്കാനുള്ള നേരമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് 2-3 ഡ്രസ്സ് ഇതുപോലെ അടിച്ചിട്ട് ഇവിടുന്ന് എടുത്തിയപ്പോൾ നല്ലോണം അടിക്കുമല്ലോ, അപ്പോൾ ഞാൻ അടിച്ച് കൊണ്ടുകൊടുത്തതാണ്. അപ്പോൾ അതുപോലെ ഒന്ന് ഡ്രസ്സ് എടുക്കും, എനിക്ക് പോകാൻ സമയമില്ല, ഇനി നോക്കി സെലക്ട് ചെയ്തിട്ട് ഇനി ഒന്ന് നോക്കി നല്ലതൊക്കെ എടുക്കുമെന്ന് ചോദിച്ചിന്. അപ്പോൾ അങ്ങനെ എന്തായാലും അതൊന്ന് വാങ്ങാൻ പോകാമെന്ന് വിചാരിച്ച്. പ്രത്യേകിച്ച് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ സൂര്യ സിൽക്സിൽ ഓഫറും ഉണ്ട്. അപ്പോൾ മെറ്റീരിയൽ എടുത്തിട്ട് അങ്ങനെ അടിക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ അടിച്ച് ഇടുമ്പോൾ ഒക്കെ നല്ല ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ പിന്നെ അങ്ങനെ അടിച്ചിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മെറ്റീരിയലൊക്കെ എടുത്ത് ഇവിടെ നേരത്തെ കൊണ്ട് അടിപ്പിച്ചിട്ട് അങ്ങ് കൊണ്ടുകൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഓളെ വിളിച്ച വകയിൽ അങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പം പിന്നെ ചട്ടിച്ചോറ് വേഗം അങ്ങോട്ട് റെഡിയാക്കുന്ന തിരക്കിലായി. അങ്ങനെ നമ്മളെ കൊഞ്ചൻ, ഞാൻ പറഞ്ഞല്ലോ കൊഞ്ചനൊക്കെ വേഗം നന്നാക്കി അതൊക്കെ മുളേഷനാക്കി കുറച്ച് കൊഞ്ചനെടുത്തിട്ട് ഇതുപോലെ ഇതുമാക്കി, എന്താ പറയുക, ഒരു ഉപ്പേരി പോലെ തേങ്ങയൊക്കെ ഇട്ടിട്ട് കൊഞ്ചനൊക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഉപ്പേരി ആക്കി, ഉപ്പേരിയല്ല കൊഞ്ചൻ തോരൻ നമുക്ക് പേരിടാം. അപ്പോൾ കൊഞ്ചൻ തോരനും കൊഞ്ചൻ മുളേഷനൊക്കെ ആയി. ഇപ്പോൾ ചട്ടിച്ചോറിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ കുറച്ച് ഇന്നലത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല, കൂന്തൽ ഫ്രൈ ഒക്കെ കുറച്ച് ഉണ്ടേനി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചട്ടിച്ചോറൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ചട്ടി നിറഞ്ഞ് കവിയാൻ മാത്രമുള്ള വിഭവങ്ങളൊന്നുമില്ല, എന്നാലും ഏകദേശം നമ്മൾ ഒപ്പിച്ചിട്ട് ഒരു ചട്ടിച്ചോറിൻ്റെ രൂപത്തിലൊക്കെ ആക്കി എടുത്തതാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഒരു തട്ടിക്കൂട്ട് ചട്ടിച്ചോറ് എന്ന് പറയാം. നല്ല എരിവും പുളിയും ചൊടിയൊക്കെ ഉള്ള ചമ്മന്തി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കയപ്പേൻ്റെ കൊണ്ടാട്ടുണ്ട്, ഉപ്പേരിയായിട്ട് കായുപ്പേരി ഉണ്ട്, പിന്നെ നമ്മൾ തോരൻ ഉണ്ടല്ലോ നേരത്തെ ഉണ്ടാക്കിയ ചെമ്മീൻ്റെ തോരനുണ്ട്, ഇന്നലത്തെ നല്ല കുരുമുളകൊക്കെ ഇട്ട് വറ്റിച്ചെടുത്ത കൂന്തൽ ഫ്രൈ ഉണ്ട്, അതിലേക്ക് നല്ല കട്ടി ഗ്രേവി ആയിട്ടുള്ള നമ്മളെ മുളേഷൻ ഉണ്ടല്ലോ, കൊഞ്ചൻ്റെ മുളേഷനും ഒഴിച്ചു കൊടുത്ത് ഒരു കഷ്ണം ഓംപ്ലേറ്റും ഒരു പപ്പടും കൂടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നമ്മളെ ചട്ടിച്ചോറ് സെറ്റപ്പ് റെഡിയായി. ഇനി ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ. നല്ല അടിപൊളിയായിട്ട് ഒരു പിടി ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പിടി ആ ഒരു ചട്ടിയിൽ നിന്ന് എടുത്ത് വായിലേക്ക് വെച്ചാലുണ്ടല്ലോ, എന്താ പൊളിച്ച്, ഇതൊക്കെ പോരളിയാന്ന് ചോദിക്കണ പോലെ എന്താ അന്തസ്സിലെ അടിപൊളി. ആ ഒരു മണ്ണിൻ്റെ ചട്ടിയിലുള്ള ആ ഒരു ചട്ടിയിൽ കഴിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ വോയിസ് ഓവർ എടുക്കുമ്പോൾ പോലും വായിൽ വെള്ളം വരുന്നുണ്ട്. അടിപൊളിയായിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചട്ടിച്ചോറൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ചെറിയൊരു ഉറക്കം കഴിഞ്ഞപ്പോഴാണ് നമ്മളിന്ന് സൂര്യ സിൽക്സിൽ ഡ്രസ്സും കാര്യങ്ങളും നോക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞില്ലേ, അക്കാര്യം ഓർമ്മ വന്നത്. പിന്നെ ഷടപടയെന്ന് പരിപാടി വേഗം മാറ്റി അങ്ങോട്ട് ഇറങ്ങിയ പാടെ ഏട്ടന് ഇവിടെ വടകരയിലേക്ക് എന്തോ ആവശ്യത്തിന് പോകാനുണ്ടേനിട്ടോ. അപ്പം പിന്നെ എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് പോയി. ഏട്ടനെ അവിടെ ഇറക്കി, ഏട്ടൻ്റെ കാര്യത്തിന് പോയി. ഏട്ടൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏട്ടൻ്റെ ഒരു പണിയും നടക്കില്ല എന്ന് ഏട്ടനറിയാം. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ്റെ പണിക്ക് പോയിട്ടോ, കാര്യത്തിന് വേണ്ടി പോയി. അപ്പോൾ പിന്നെ നമ്മളിവിടെ കിടന്ന് വിരകൽ തന്നെ വേറെ ഒന്നല്ല. ഞാൻ പറഞ്ഞില്ലേ ഓഫർ ടൈം ഇനി ആ ശനിയാഴ്ച ദിവസം സൂര്യ സിൽക്സിൽ ചുരിദാറിൻ്റെ ഒക്കെ ഓഫർ ഇനി. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഓഫറിലുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇതൊക്കെ മെറ്റീരിയലാണ് വരുന്നത്, ഷോളും പാൻറ്റും ടോപ്പും ആയിട്ടുള്ള അങ്ങനെ മെറ്റീരിയലാണ്. 2 എണ്ണം 500 രൂപ. ഈ കാണിക്കുന്നതൊക്കെ 2 എണ്ണം 500-ൻ്റെ ആണ്.
പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്കായിട്ട് 2 എണ്ണത്തിന് 1400, അതായത് ഒന്നിന് നല്ല ഹെവി വർക്കായിട്ട് വരുന്നതാണ് കേട്ടോ. ഒന്നിന് 700 750 ആ ഒരു റേഞ്ചിൽ വരും കേട്ടോ. ഇപ്പം അധികം ഞാൻ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അധികം ആൾക്കാർ അങ്ങനെ തന്നെ ആയിരിക്കില്ല, ഓൺലൈനിലായിരിക്കും പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഓഫറുടെ ടൈമിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് ഷോപ്പിൽ പോയി നോക്കിയാൽ നല്ല അടിപൊളി കളക്ഷൻ കാണാം കേട്ടോ. ഓൺലൈനേക്കാളും വില കുറവിൽ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇതാ ഈ കാണുന്നതിനൊക്കെ 700 ഉറുപ്പികയുള്ളൂ കേട്ടോ. നല്ല ഫുൾ വർക്കായിട്ടുള്ള നല്ല പാർട്ടി വെയർ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടോ 1400 ആണ്, 400 450 അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ അത് അതിൻ്റെ പകുതി വിലക്കായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അവിടുന്ന് കുറേ വീഡിയോ കോളൊക്കെ ചെയ്ത് അനിയത്തിക്ക് അതൊക്കെ കാണിച്ചു കൊടുത്ത് കുറേ ടൈം എടുത്തിട്ടോ ഞാൻ അതൊക്കെ അനിയത്തിക്ക് കാണിച്ചു കൊടുത്ത്. പക്ഷേ ഓക്ക് അതൊന്നും പറ്റിയില്ല. ഓക്ക് പിന്നെ ഡെയിലി യൂസിനാണ്, അതൊക്കെ ഒരു പാർട്ടി വെയർ അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഓക്ക് ഡെയിലി യൂസിനായിട്ടുള്ള മെറ്റീരിയൽ മുറിച്ചിട്ട് അങ്ങനെ അടിക്കണതിനോടാണ് ഇഷ്ടം കൂടുതൽ. അപ്പോൾ പിന്നെ അധികം അവിടെ നിന്നിട്ട് കുറേ നോക്കി സമയം കളഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ പിന്നെ വേഗം ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ അതിലൊക്കെ പറ്റിയ കാര്യങ്ങളൊക്കെ അതൊക്കെ മുറിച്ച് വാങ്ങി. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഓഫറിൽ കിട്ടിയെന്ന് പറഞ്ഞില്ല, അപ്പോൾ അവിടുന്ന് ഞാൻ ഒരു ചുരിദാർ എനിക്ക് വാങ്ങിയിട്ടോ. എനിക്ക് അങ്ങനെ ഡ്രസ്സ് വാങ്ങാന്നുള്ള പരിപാടി എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയം ഇങ്ങനെ ഓൺലൈനിൽ നോക്കി അത് ചില ഒരു ഭ്രാന്ത് പിടിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഓൺലൈനിൽ ഇങ്ങനെ നോക്കി, പ്രത്യേകിച്ച് മീഷോയിലൊക്കെ വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് കാർട്ടിലിട്ട് വെച്ചാൽ എൻ്റെ അൾമാരി കൊണ്ടുവച്ച പോലത്തെ ഒരു ഫീലാണ് എനിക്ക്. അത് മതി, സംഭവം കണ്ടു കഴിഞ്ഞ് നല്ല സെലക്ട് ചെയ്തിൻ്റെ കാർട്ടിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അൾമാരിയിൽ വെച്ചൊരു ഫീലാണ്. ഞാൻ തൃപ്തിയായി. പിന്നെ എപ്പോഴെങ്കിലും ഞാൻ എന്താക്കും, പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് ഒരു 2 ആഴ്ച മുമ്പേയൊക്കെ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാർട്ടും കൂടെ എടുത്ത് നമ്മൾ അൾമാരിയൊക്കെ തുറന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യില്ല, അതുപോലെ കാർട്ടിൽ നോക്കൂ, സെലക്ട് ചെയ്യും, സാധനം ഓർഡർ കൊടുക്കും, വാങ്ങും. അങ്ങനെയാണ് ചെയ്യുക. അല്ലാണ്ട് കുറേ വാങ്ങി അങ്ങനെയുള്ള പരിപാടിയില്ല. പക്ഷേ അവിടെ കണ്ടപ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ എനിക്ക് കുറച്ച് കുറവാണ്, ഹെവി കളക്ഷൻ ആയിട്ടുള്ള പാർട്ടി വെയർ. അപ്പോൾ അവിടുന്ന് ഞാനൊന്ന് കണ്ടപ്പം അങ്ങനെ ഒന്ന് വാങ്ങുകയാണ് ചെയ്തത്, ഒരു ബ്ലാക്ക് വാങ്ങുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, ഇതിന് 1500 ആ ഒരു റേറ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി ഒരു 750 ആ ഒരു റേഞ്ചിലാണ് ഇത് വാങ്ങിയത്. ഹാൻഡ് ഫുള്ളായിട്ട് വർക്ക്, ഇതുപോലത്തെ വർക്ക് വരുന്നുണ്ട്. ബോഡി മൊത്തത്തിൽ ഇതാ ഈ ഒരു സ്ട്രൈപ്സ്, ഇതൊക്കെ ബീഡ്സാണ് കേട്ടോ. 2 ബീഡ്സ് കൊണ്ടുള്ള വർക്കാണ്. അതിൻ്റെ താഴെയാണെങ്കിലും അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിലൊക്കെ നല്ല ഹെവി, ഇത് താഴ്ഭാഗമാണ് കേട്ടോ വരുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ്, നല്ല ജെറ്റ് ബ്ലാക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബീഡ്സിൻ്റെ തിളക്കവും ആ ഒരു ബ്ലാക്ക്, നല്ല ആ ഒരു ബ്ലാക്ക് കളറൊന്നും ക്യാമറയിൽ അധികം കിട്ടുന്നില്ല, കാണാൻ അടിപൊളിയാണ്. ഇപ്പം നൈറ്റിലൊക്കെ ഉള്ള പാർട്ടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ പൊളിക്ക് സംഗതി. പിന്നെ നല്ല ലെങ്ത്തുള്ള ഷോളുമ്മലും വർക്ക് ഉണ്ട് കേട്ടോ. ചെറിയ ഹെവി വർക്ക് അല്ലെങ്കിൽ കൂടി ചെറിയ വർക്കായിട്ട് നല്ല ബ്ലാക്ക് ഷോളും ഉണ്ട്. അപ്പോൾ ആ ഷോളും കൂടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ വീണു. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഇത് വാങ്ങിയത് കേട്ടോ, ആ ഒരു മെറ്റീരിയൽ ഞാൻ വാങ്ങിയത്. പിന്നെ ഇത് എനിക്ക് പഴയ ഡ്രസ്സൊക്കെ ഇങ്ങനെ മേക്ക് ഓവർ ചെയ്ത് അങ്ങനെ അതിൻ്റെ മുഖച്ചായം മാറ്റുന്ന പരിപാടി എനിക്കൊരു അഡിക്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ആ ഒരു പീസ്. അപ്പോൾ ഇതാണ് അനിയത്തിക്ക് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഈ 2 ക്ലോത്താണ് ഓക്ക് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ലൈനിങ്ങും കാര്യങ്ങളും, പിന്നെ ഒരു ഷോള് ഞാൻ എനിക്കായിട്ട് വാങ്ങിയതാണ് കേട്ടോ, ഒരു ഷോൾ. അപ്പോൾ അത് കുറേ ആയി ഞാൻ വിചാരിക്കണം, അങ്ങനത്തെ ഒരു ഷോൾ, ഒരു ചുങ്കിടി ടൈപ്പ് ഷോൾ ഉണ്ടല്ലോ, അപ്പോൾ അത് വാങ്ങണമെന്ന്. അപ്പോൾ അതിലേക്കൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു വൈറ്റും പ്ലെയിൻ ആയിട്ടുള്ളൊരു ബ്ലാക്കും അടിച്ചെടുത്തിട്ട് ഒരു ഫ്രോക്ക് പോലത്തെ അടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെ കൂടിയും നമുക്ക് ക്യാഷ്വലായിട്ടൊന്ന് പുറത്തേക്ക് പോകുമ്പോൾ വേഗം എടുത്തിടല്ലോ. പിന്നെ ഇതാ ഈ 2 ക്ലോത്താണ് കേട്ടോ അനിയത്തിക്കായിട്ട് വാങ്ങിയത്. അപ്പോൾ ഇത് മീറ്ററിന് 60-65 എനിക്ക് ഓർമ്മയില്ല, ആ ഒരു റേറ്റിലാണ് കിട്ടിയത്. അപ്പോൾ ഒരു 2.25 മീറ്ററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയണവരാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഡെയിലി യൂസിനൊക്കെ നമുക്ക് ഡെയിലി വെയറൊക്കെ ആയിട്ട് ഓഫീസ് വെയറൊക്കെ ആയിട്ട് നമുക്ക് നല്ല ചെറിയൊരു പഫ് കൈയൊക്കെ വെച്ചിട്ട് അടിക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് വീനക്കിലൊക്കെ അടിച്ചിട്ടാണെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ മെറ്റീരിയലൊക്കെ വാങ്ങാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പോയി മെറ്റീരിയലൊക്കെ ഇതുപോലെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഡെയിലി വെയേഴ്സൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കണ്ടിട്ട് ഞെട്ടണ്ട മക്കളെ, ഇതാണ് ആകെ മൊത്തം ടോട്ടലായിട്ട് എൻ്റെ കയ്യിലുള്ള എൻ്റെ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ വീട്ടിലിടുന്നതായാലും ഇപ്പോൾ പുറത്തേക്ക് പോണതായാലും സാരിയും കാര്യങ്ങളൊക്കെ, സാരി എന്നൊന്നും പറയാൻ മാത്രമൊന്നുമില്ല, ആകെ 3 എണ്ണം ഉള്ളൂ. അതൊന്നും പിന്നെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ എടുക്കുള്ളൂ. പിന്നെ അമ്പലത്തിലേക്കുള്ള ഒരു 2 ജോഡി ഉണ്ടാവും, ഒരു ധാവണിയായിട്ട് ഒരു സെറ്റ് മുണ്ടുമായിട്ട്, പിന്നെ ക്യാഷ്വലായിട്ടൊന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇടാനുള്ളത്, പിന്നെ പാർട്ടി വെയറൊക്കെ ആയിട്ട് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ പാർട്ടി വെയറാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറവായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ആ ഒരു ബ്ലാക്ക് ഒരു ഹെവി പാർട്ടി വെയർ വാങ്ങിയത് കേട്ടോ. പിന്നെ അത്യാവശ്യം പുറത്തേക്കൊക്കെ പെട്ടെന്ന് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളും, അപ്പോൾ എല്ലാം കൂടിയായിട്ട് ആകെ മൊത്തം ടോട്ടലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഇന്ന് ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വല്ലാണ്ട് ഒഴിവാക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാനൊരു ഡ്രസ്സ് അതിൻ്റെ അങ്ങേ അറ്റം കണ്ടു കഴിയുമ്പം അതെടുത്തിട്ട് വീട്ടിൽ
വീട്ടിലിടാൻ പറ്റുന്നതാണെങ്കിൽ വീട്ടിലിട്ട് അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നതേ അങ്ങനെ ഒഴിവാക്കലുള്ളൂ കേട്ടോ. അങ്ങനെ ഒഴിവാക്കാനുള്ളത് ഇപ്പോൾ വേറെ ആർക്കെങ്കിലും കൊടുത്തൂടെ എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാനുള്ള ആ ഒരു സാഹചര്യം വരലില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അധികം പഴകി വല്ലാണ്ടായി നമ്മൾ വീട്ടിലോട്ട് ആകെ മൊത്തം പോയി കിടക്കുന്ന സംഗതി വേറൊരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുക്കുന്നതിന് നല്ലത് കൊടുക്കാണ്ടിരിക്കുന്നതാണല്ലേ. അപ്പോൾ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ടൈറ്റായി പോകുന്ന അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ കൊടുത്ത് ഒഴിവാക്കലുണ്ട്. അല്ലാണ്ട് അധികം പഴയതായിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഒരാൾക്ക് കൊടുത്ത് അങ്ങനെ കൊടുക്കലില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ. അപ്പോൾ എപ്പോഴും നമ്മൾ ഡ്രസ്സ് മിനിമലായിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് സൂക്ഷിച്ച് വെക്കുന്ന ആ ഒരു സ്ഥലം ഓർഗനൈസ് ചെയ്യുന്ന കാര്യത്തിലായാലും അതും സിമ്പിളായിരിക്കും. ഇനിയിപ്പോൾ കുറേ ഉണ്ടെങ്കിൽ അതും നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. നമുക്ക് ഉള്ളത് കുറച്ചാണെങ്കിൽ കൂടി ഇതുവരെ കൺഫ്യൂഷനാണ്. എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഇടാൻ നോക്കുന്ന സമയത്ത് എന്തിടും ഇപ്പോൾ ഇതൊന്നുമില്ല ആ ഒരു സ്ഥിതി ആയിരിക്കും. അപ്പോൾ കുറേ ഉണ്ടെങ്കിലും ഇതേ സ്ഥിതി തന്നെയാണ് ഉണ്ടാവുക. എത്ര ഉണ്ടെങ്കിലും ഇപ്പോൾ 2 അൽമാരിയിൽ സാധനം ഉണ്ടെങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകണം, എന്താ ഇപ്പോൾ ഇടുക എന്നുള്ളത് അൽമാരി തുറന്ന് വെച്ച് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ എന്തിടും ഒന്നും ഇടാനില്ല എന്നുള്ള ആ ഒരു ഇതിലേക്കാണ് ലാസ്റ്റ് എത്തുക, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് ലാസ്റ്റ് എത്തുക. അപ്പോൾ പിന്നെ ഉള്ളത് കുറച്ചായാലും അത് നല്ല രീതിയിൽ കൊണ്ടുവയ്ക്കുക, നല്ലോണം സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലോണം അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഇതുപോലെ ഒക്കെ വൃത്തിയാക്കി മടക്കിയൊക്കെ വെക്കണ കൂട്ടത്തിൽ തന്നെ അതായത് ഒരു പെന്നും ബുക്കിൻ്റെ അടുത്തുണ്ട് അല്ലേ. ഈ പെന്നും ബുക്കില്ലാണ്ട് ഒരു കളിയില്ല മക്കളെ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ചില പാൻറ്റും ഷോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേറെ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് മാച്ച് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെറ്റീരിയൽ എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കുറേ കണ്ടമാനം വാങ്ങി അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് അതൊക്കെ അവിടെ ഇവിടെ ഇടുന്നതിന് പകരം ഞാൻ ഇതുപോലെ ഇങ്ങനെയാണ് ഞാൻ ചെയ്യൽ കേട്ടോ. ചില ആൾക്കാർക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനെ വാങ്ങാനായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. പക്ഷേ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഷോളും ഒരു പാൻറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു 2 or 3 സ്റ്റൈലാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. 3 ടോപ്പിന് വേണ്ടിയിട്ട് ആ ഒരു സെയിം ഷോളും പാൻറ്റും നമ്മൾ എല്ലാം ഒരു ദിവസം ഒരൊറ്റ സമയം ഇടുന്നതല്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കിറുക്ക് പിടിച്ച പരിപാടികളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള കുറേ ഉണ്ടാവും. സ്റ്റിച്ച് വിട്ടുപോയിട്ട് നമ്മൾ കുറേ കാലമായിട്ട് ഇടാണ്ട് വെച്ച കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്യണ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഇന്നിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നടക്കൂല സംഗതി. അപ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഇപ്പോൾ പരീക്ഷയും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഓരെ പഠിപ്പിക്കാനും കൂടി കുറച്ച് സമയം ഇപ്പം ഇനി ഇരിക്കണം. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് എന്നുള്ളത്. അപ്പോൾ അത് ഓരോന്ന് സമയമുള്ളതനുസരിച്ചിട്ട് ഇത് നോക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കല്ലോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പഴയ മോഡൽ ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് പഴയ മോഡലിലുള്ള ആ ഒരു സ്റ്റോൺ വർക്ക് വരുന്ന ലേസ് പിടിപ്പിച്ചിട്ടുള്ള അതൊക്കെ ഒന്ന് ഒഴിവാക്കാനുള്ളതൊക്കെ ഇരുന്ന് അതൊക്കെ ഒന്ന് ഒഴിവാക്കി അതൊക്കെ ഒന്ന് തുന്നയിക്കാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുന്നയിച്ച് അതൊക്കെ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നല്ല ഡീപ്പായിട്ടുള്ള ഒരു ഡീപ്പ് ക്ലീനിങ് ആണ് ഞാൻ നടത്തുന്നത്. അപ്പോൾ ആൾമാരിലുള്ള എല്ലാ സകലമായ സാധനങ്ങളും വലിച്ച് പുറത്തിട്ടിട്ട് അങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ്. അപ്പോൾ നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് അപ്പോൾ അടുത്ത കൊല്ലമല്ലേ വരാൻ പോണത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഒഴിവാക്കാനുള്ളതുണ്ടാവും. അപ്പോൾ ഡീക്ലട്ടറിങ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ക്ലീനിങ്ങിൻ്റെ ആ ഒരു വലിയ തലവേദന കുറയ്ക്കാനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡീക്ലട്ടർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോയാൽ തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളെ വാർഡ് ബോർഡ് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മേക്കപ്പിൻ്റെ സാധനങ്ങൾ ആണെങ്കിലോ അല്ലെങ്കിൽ ആക്സസറീസ് ആണെങ്കിലോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഓരോ ദിവസമായിട്ട് എടുത്തിട്ട് ഓരോന്ന് ഇതുപോലെ ഡീക്ലട്ടർ ചെയ്ത് ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ എൻ്റെ എന്തായാലും വാർഡ് ബോർഡ് ക്ലീനിങ് ആണ് ഇന്നിപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഡീക്ലട്ടറിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ അൾമാരി ഞാൻ വൃത്തിയാക്കി. ഇനി ഇപ്പോൾ ഒരു അൾമാരിയും കൂടി ഉണ്ട്, അത് അച്ഛൻ്റെയും മക്കളതാണ്. അതിൽ പിന്നെ കാര്യമായിട്ട് വലിയ പണിത്തരങ്ങളൊന്നും ഉണ്ടാവില്ല, കുറച്ച് സമയം കൊണ്ട് തന്നെ അത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇൻ്റെതാണ് വലിയൊരു ടാസ്ക്കായിട്ട് കിടന്നത്. അപ്പോൾ ഇതാ ഇത്രയും സംഭവങ്ങൾ ഒഴിവാക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനുള്ളതൊക്കെ മാറ്റി ആവശ്യമുള്ള സംഗതികളൊക്കെ മടക്കി ഒതുക്കിയത് ഒരു ഭാഗത്തേക്കാക്കി വെച്ചിക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പെയിൻ്റൊക്കെ വാങ്ങി കൊണ്ടു വെച്ചിട്ട് അത് അത്യാഗ്രഹ ആപത്ത് എന്ന് പറഞ്ഞ പോലെ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പോയി. പെയിൻ്റൊക്കെ വാങ്ങി ആൾമാരി പെയിൻ്റ് അടിക്കാമെന്നൊക്കെ വിചാരിച്ച് വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതും കൂടി അടിച്ച് അതൊക്കെ റെഡിയാക്കിയിട്ട് ഇതൊക്കെ ആൾമാരിയിലേക്ക് എടുത്ത് വെച്ച് സെറ്റപ്പ് ആക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ആ ഒരു ഭാഗം ക്ലീൻ ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് നിന്നപ്പോഴാണ് അവിടെ ചെറുതായിട്ടൊന്ന് പടി പാളിയത്. അപ്പോഴത്തേക്ക് മക്കൾക്ക് വിശക്കാൻ തുടങ്ങി. വിശന്ന് കഴിഞ്ഞാൽ ഇവിടെ വിശന്നാൽ നിങ്ങളല്ലാണ്ടാവും എന്നുള്ള പരസ്യം കണ്ടില്ലേ, അതിവിടെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഇവർക്ക് രണ്ടാൾക്ക് വിശന്ന് കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ പരിപാടികൾ കുട്ടികൾക്കുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ പെയിൻറ്റിങ് പരിപാടി നമുക്ക് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച്
അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ അൾമാരി ഓർഗനൈസ് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ താഴത്തെ ഈ ഒരു ഭാഗത്തായിട്ട് വീട്ടിലിടാനുള്ള ഡെയിലി വെയർ ആയിട്ടുള്ള നമ്മളെ വീട്ടിലിടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് രാത്രി ഇടുന്നതും പകലിടുന്നതും അങ്ങനെയായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചതാണ്. പാൻറ്റും ടോപ്പൊക്കെ വേറെയാക്കി വെച്ചതാണ്. പിന്നെ രണ്ടാമത്തെ നടുവിലുള്ള തട്ടിലായിട്ട് രണ്ട് ഭാഗത്തായിട്ട് വരുന്നത് പെട്ടെന്ന് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടുന്ന ക്യാഷ്വലായിട്ട് ഇടുന്ന കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആ കവറിലുള്ളത് നമുക്ക് പഠിക്കാൻ എഴുത്തിയമ്മേൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കാനുള്ളതാണ്. പിന്നെ ഈ സാരി ആയിട്ട് ആകെ 3-4 ഞാൻ പറഞ്ഞ പോലെ ആകെ 3-4 അതിലൊന്ന് സെറ്റും മുണ്ടുമാണ് അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാനുള്ള അതിൻ്റെ പെയറായിട്ട് നമുക്ക് ഇടാനുള്ള ബ്ലൗസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു സാരിക്ക് തന്നെ എനിക്ക് 2 ബ്ലൗസും കാര്യങ്ങളുണ്ടാവും. അതിപ്പം മാറ്റി മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ ഇടുമ്പം വേറൊരു സ്റ്റൈലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ സാരി എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴെങ്കിലൊക്കെ ഉടുക്കുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എനിക്ക് ധാരാളമാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സാരീൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് തന്നെയായിട്ട് പാർട്ടി വെയർ ആയിട്ടുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതും റെഡിയാക്കി വെച്ച് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു വാർഡ്ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ. മിനിമലായിട്ടാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വൈകുന്നേരത്തേക്ക് ചായൻ്റെ പരിപാടി എന്തെങ്കിലുമൊക്കെ നോക്കണം. അപ്പം കുറച്ച് മുട്ട ഉണ്ട്, ഒരു 3-4 മുട്ട ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെ കോഴിക്കോട്ടുകാർ അടിപൊളി പലഹാരമാണ്, ഫേമസ് ആയ പലഹാരമാണ് മുട്ട മറിച്ചത്. അപ്പോൾ മുട്ട മറിച്ചത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു മാക്സിമം ഒരു 10 മിനിറ്റ് മതി. ആ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ അത് തന്നെ ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ പുതിയ പാത്രം തന്നെ എടുക്കുക. ഇത് വന്നിട്ട് 2 ദിവസമായിട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇൻഡസ് വാലി നമുക്ക് കൊളാബ് ചെയ്ത പാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഇൻഡസ് വാലിൻ്റെ ഈ ഒരു കൊളാബറേഷൻ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അടിപൊളി പാത്രമാണ് ഇവരെ പാത്രം. ഒരു പ്രാവശ്യങ്ങൾ ഇൻഡസ് വാലിൻ്റെ ഏതെങ്കിലും ഒരു കുക്ക് വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും അഡിക്റ്റ് ആയി പോവാതിൽ പിന്നെ തിരിഞ്ഞും പറഞ്ഞു നിങ്ങൾ നോക്കൂല വേറൊരു ബ്രാൻഡ് വാങ്ങാൻ വേണ്ടിയിട്ട്. അത്രക്കും അടിപൊളി പ്രൊഡക്റ്റാണ്. 101% ഞാൻ അതിൽ ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഹെൽത്തി കുക്കിംഗ് പാർട്ട്ണർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡസ് വാലി നല്ലൊരു ചോയ്സാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക ഇൻഡസ് വാലിൻ്റെ പ്രൊഡക്ട്സ്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് സോസ് പോട്ടാണ്. സോസ് പോട്ട് വിത്ത് ലിഡാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വരുന്നത്. പ്രീമിയം ക്വാളിറ്റി 100% പ്രീമിയം ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. 80 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു സോസ് പോട്ടിൻ്റെ ഡയമീറ്റർ വരുന്നത്. ഇതിൻ്റെ കളറാണെങ്കിൽ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ആ ഒരു ബ്ലൂ കളറാകുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാനും കുക്ക് ചെയ്യാൻ മാത്രമല്ല നല്ല അടിപൊളിയായിട്ട് സെർവ് ചെയ്യാനും കൂടി പറ്റിയ ഒരു മൾട്ടി പർപ്പസ് പോട്ടാണിത്. പിന്നെ ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള ഈ കുക്ക് വെയർസൊക്കെ വാങ്ങാൻ അധികം ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും അല്ലേ. പക്ഷെ അതിൻ്റെ ആ ഒരു കോട്ടിങ് പെട്ടെന്ന് പോകുന്നുള്ള പേടികൊണ്ടായിരിക്കും നമുക്ക് അതുപോലത്തെ സ്റ്റൈലിഷായ പാത്രങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മളെ ബാക്കോട്ട് വലിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇൻഡസ് വാലിൻ്റെ കുക്ക് വെയർസ് ഇതുപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള കുക്ക് വെയർസ് വാങ്ങുന്ന സമയത്ത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രീമിയം കളർ കോട്ടിംഗ് ആണ് അവർ കൊടുക്കുന്നത്. അത് ഒരു അഷ്വർ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതിൻ്റെ ആ ഒരു ലിഡിലാണെങ്കിലും വൈഡ് ലൂപ്പ് ഹാൻഡിൽസ് ആണ് കൊടുത്തത്. നമുക്ക് ഉപയോഗിക്കാനാണെങ്കിലും അത് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സോസ് പോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു 4 മെമ്പേഴ്സൊക്കെ ഉള്ള ഒരു ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോട്ട് വാങ്ങാൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആയിട്ട് അതൊരു വേർത്ത് ആയിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയായിരിക്കും. നമ്മൾ ചില സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അറിയില്ലേ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അടിയിൽ കട്ടിയില്ലാത്ത പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന പാത്രങ്ങളായിരിക്കും. അപ്പം ഇൻഡസ് വാലിൻ്റെ പാത്രങ്ങൾക്ക് ഒരിക്കലും ആ ഒരു കംപ്ലൈൻറ്റ് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 3 ലെയറിൽ വരുന്ന ഒരു സാൻഡ്വിച്ച് ബോട്ടാണ് ഈ പാത്രങ്ങൾക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെവി ആയിട്ടുള്ള നമുക്കത് കാണുമ്പോഴും അത് തൊടുമ്പോഴും നമുക്ക് മനസ്സിലാവും അതിൻ്റെ പ്രീമിയം ക്വാളിറ്റി എത്രത്തോളം പ്രീമിയം ക്വാളിറ്റിയാണ് ഇൻഡസ് വാലിൻ്റെ പ്രൊഡക്ട്സിനുള്ളത് എന്നുള്ളത്. കണ്ണും പൂട്ടി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഉറപ്പായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, കുക്ക് വെയർസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഡസ് വാലി ബ്രാൻഡ് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് കണ്ണും പൂട്ടി അത് വാങ്ങാമെന്നുള്ളതാണ്. അതിൽ ഞാൻ 100% അല്ല 101% ഗ്യാരണ്ടിയാണ്. നമ്മളെ കുക്കിങ്ങിൻ്റെ സമയത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണോ എന്ന് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കാര്യത്തിലും. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഹെൽത്തി വേർഷനിൽ നമ്മളെ ഫാമിലിക്ക് ഫുഡ് സെർവ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡസ് വാലി ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇത് മാത്രമല്ല കേട്ടോ, സ്റ്റെയിൻലെസ് സ്റ്റീലിലും കാസ്റ്റ് അയണിലൊക്കെ ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ഇൻഡസ് വാലിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടാണ്ട് നമ്മളെ ഫീൽ ഗുഡ് മോം ഫാമിലി മെമ്പേഴ്സിനായിട്ട് അബിന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 12% കൂടി ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം മറന്നുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങൾ ലിങ്ക് വഴി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പാത്രങ്ങൾ ഏതൊക്കെയാണ് ഉള്ളതെന്നോ നിങ്ങൾക്ക് ഏതൊക്കെ പാത്രങ്ങളാണ് ആവശ്യമുള്ളതെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ
അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി ഓപ്ഷൻ തന്നെയാണ്, നല്ലൊരു ഹെൽത്തി കുക്ക് വെയർ പാർട്ട്ണർ തന്നെയാണ് ഇൻഡസ് വാലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ചധികം വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തില്ലേ. കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ കുറച്ചൊന്ന് ലെങ്തി വീഡിയോ ആയിപ്പോയത്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.